റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഹെർക്കൂലിയൻ ടാസ്ക്. നമ്മൾ എന്ത് കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, JRF-ന് വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞിട്ടാട്ടി നമുക്ക് ജോയിൻ ചെയ്യാം. ഇത്ര നാൾ നമ്മൾ പഠിച്ചു വന്ന ഒരു കൺവെൻഷണൽ രീതിയിലുള്ള പഠിത്തമല്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ച എക്സാം ആ ടൈപ്പ് അല്ല. കുറച്ചുകൂടി പരന്നു പോട്ടെ, ഡീറ്റെയിൽഡ് ആയിട്ട് പരന്ന് നോളജ് വേണം. ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. മൈ നെയിം ഇസ് ഫെമീന PA. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ JRF ക്രാക്ക് ചെയ്ത മുഹമ്മദ് കരി അഫ്രാറിസ് ആണ്. വെൽക്കം അഫ്രാറിസ്. അഫ്രാറിസിനുള്ള പോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, JRF സെക്യൂർ ചെയ്താൽ ഇനി എന്ത്, ഇനി വാട്ട്സ് നെക്സ്റ്റ്, ഇനി എന്ത്, അത് ക്ലാരിഫൈ ചെയ്യാനാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. JRF-മായി റിലേറ്റ് ചെയ്ത എല്ലാ സംശയങ്ങളും നമ്മൾക്കിപ്പോൾ നിവാരണം ചെയ്യാം. സോ വെൽക്കം ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. JRF ക്വാളിഫൈ ചെയ്തു, ഇനി എന്താണ് അടുത്തത് എന്നാണ് മുന്നിലുള്ള സംശയം അല്ലേ? തീർച്ചയായും. അത് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത്, JRF ക്വാളിഫൈ ചെയ്താൽ ഇനിയിപ്പോൾ PG കഴിയാത്ത കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ PG കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ എപ്പോഴാണോ നിങ്ങളുടെ പരിസരത്തുള്ള യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ എവിടെയാണോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരൊക്കെ നോട്ടിഫിക്കേഷൻ ഒരു സമയമാകുമ്പോൾ ഇടും. അപ്പോൾ എപ്പോഴാണോ അവർ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് റിസർച്ചിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കണം. ഈ ധാരണ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, നമ്മൾ റിസർച്ചിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്നത് റിവ്യൂ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യണം. ആ ടോപ്പിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പരന്ന വായനയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ, ഞാൻ മുന്നേ പല ക്ലാസ്സുകളായിട്ട് പറയണ്ടായി, നമുക്കൊരു പ്രത്യേക ഒരു ഏരിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഏരിയ നമ്മൾ പിന്നീട് കൂടുതൽ വായിച്ച് നോക്കണം. ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ റിസർച്ച് എന്നുള്ളത് സെർച്ച് എഗെയിൻ ആൻഡ് എഗെയിൻ, പിന്നെ നമ്മൾ വായിച്ച് കണ്ടെത്തുകയാണ്. നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അതായത് ഇപ്പോൾ ഒരു ഏരിയ ഇത് കൊള്ളാം, നല്ല ഏരിയ ആണ്, ഇത് എനിക്ക് കുറച്ചുകൂടി വായിച്ചിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട്, അങ്ങനെ ഒരു ഏരിയ തോന്നും. ആ ഏരിയയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്നിട്ട് പിന്നെയും അതിനെ പിന്നെയും വായിക്കുക. എത്രത്തോളം നമ്മൾ വായിക്കുന്നോ, നമ്മൾ റിസർച്ചിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള നോളജിലോട്ട് നമ്മളെ കൊണ്ട് എന്ത് ആഡ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് നല്ല റിസർച്ച് ഗ്യാപ്പ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നല്ലവണ്ണം വായിച്ചിട്ട് മുന്നെന്താണോ കണ്ടെത്തിയിട്ടുള്ളത് ആ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ പിന്നീട് എന്താ കണ്ടെത്താനുള്ളത് അതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. പിന്നെ നമ്മൾ കണ്ടെത്തിയതിന് ശേഷം ഒരു പ്രപ്പോസൽ റെഡിയാക്കാം. പ്രപ്പോസൽ റെഡിയാക്കാനായിട്ട് നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ ഫോർമാറ്റ് പറയുന്നുണ്ട്. അതായത് ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, മെത്തഡോളജി, ലിമിറ്റേഷൻസ്, ടൈം പീരിയഡ്, പ്രപ്പോസ്ഡ് കൺക്ലൂഷൻ. നമ്മൾ എന്തായിരിക്കും കൺക്ലൂഡ് ചെയ്യുക. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി ആവണമെന്നില്ല, അത് വേരി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ഒരു പ്രപ്പോസൽ തയ്യാറാക്കണം. പ്രപ്പോസൽ തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മൾ എന്തായാലും ഒരു മിനിമം ഒരു 5-8 സ്റ്റഡിയുടെ റിവ്യൂ കാണിക്കണം. റിവ്യൂ കാണിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നടത്തിയിട്ടുള്ള സ്റ്റഡീസ്. യെസ്, എക്സാക്ട്ലി. അത് നമ്മൾ വായിച്ച് നമ്മൾ ഒരു റിവ്യൂ ഉണ്ടാക്കണം വെച്ചാൽ നമ്മൾ അതിനെ പാരഫ്രൈസ് ചെയ്യാന്ന് പറയുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ അതിനെടുത്തിട്ട് നമ്മൾ വായിച്ചിട്ട് നമ്മുടേതായ ഒരു പാരഗ്രാഫിലോട്ട് മാറ്റിയെടുക്കാം. അതിനെയാണ് നമ്മൾ പാരഫ്രൈസിംഗ് എന്നുള്ള ടെക്നിക്കൽ ടേം ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ റിവ്യൂ തയ്യാറാക്കാം. ഈ റിവ്യൂ നമ്മുടെ പ്രപ്പോസലിൽ കൃത്യമായി നമ്മൾ കോട്ട് ചെയ്തിരിക്കണം. അങ്ങനെയാണ് നമ്മളൊരു പ്രപ്പോസൽ റെഡിയാക്കുക. അതിന്റെ സോഴ്സ് എവിടെന്നാണ് എടുത്തതെന്നോ സോഴ്സും വേണം. അതിനെപ്പറ്റി നമ്മളൊരു പാരഗ്രാഫ്, ഇപ്പൊ ഒരു ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഒരു 10-12 പേജ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ ആർട്ടിക്കിൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ 1-2 പാരഗ്രാഫ് ഒന്നും പാടില്ല, ഒരു പാരഗ്രാഫ് നല്ല വൃത്തിക്ക് നമ്മൾ റെഡിയാക്കി. നമ്മുടെ റിവ്യൂ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ പ്രപ്പോസൽ നല്ലതാണോ, കുട്ടി നല്ലോണം വായിച്ചിട്ടുണ്ടോ, ഈ ഏരിയയിൽ റിലേറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൺസ് പ്രപ്പോസൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യുന്നു. അവരിത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗൈഡും ഓട്ടോമാറ്റിക്കലി റെഡിയാകും. ഓക്കെ, നമ്മുടെ പ്രപ്പോസലിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതാണ് റിസർച്ചിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്രപ്പോസൽ റെഡിയാക്കുക എന്നുള്ളത്. ആ പ്രപ്പോസലാണ് നമ്മൾ ആദ്യം റെഡിയാക്കി എടുക്കുക. അതപ്പം PG കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴേ തുടങ്ങാം. പക്ഷെ ഇപ്പൊ നമ്മുടെ ഫോക്കസ് PG തന്നെ ആയിരിക്കണം. PGക്ക് നല്ല മാർക്ക് ഉണ്ടാവണം. നല്ല മാർക്ക് ഉണ്ടാവുന്ന വെച്ചാൽ പിന്നീട് നമ്മൾ ഭാവിയിൽ ഓരോ എക്സാമിന് പോകുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കേരള PSCയുടെ ഞാൻ പറഞ്ഞിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ വരുമ്പോൾ അതിൽ നമ്മൾ PGയുടെ വെയിറ്റേജ്, നമ്മൾ അക്കാഡമിക് ഗ്രേഡ് എത്രയുണ്ടോ അതിന് നമ്മൾ 100-ലാണെങ്കിൽ അതിനെ 30-ലോട്ട് അവർ കൺവേർട്ട് ചെയ്യും. ആ ഗ്രേഡും കൂടി നമ്മൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതും കൂടി ഉണ്ടാവും. നമ്മൾ ഒരു റിട്ടേൺ ടെസ്റ്റ് എഴുതിയാൽ മാത്രം പോരാ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം,
പ്ലസ് ഈ അക്കാഡമിക് ഗ്രേഡിന്റെ പെർസെൻറ്റേജ് കൂടി മൂന്നും കൂടി. ഓ, അങ്ങനെ ടോട്ടൽ വെച്ചിട്ടാണ് നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ചെയ്യാറൊക്കെ. ആസ് ഫാർ ആസ് കേരള PSC ഇസ് കൺസേൺഡ്. ഓക്കെ. ഇങ്ങനെയാണ് കേരളത്തിലെ അവസ്ഥ. വെളിയിലും ഡിപ്പെൻസ്, ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ സ്റ്റേറ്റും അവരുടേതായ സ്ട്രാറ്റജി ആയിരിക്കും ഉപയോഗിക്കുന്നത്, ക്രൈറ്റീരിയ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇവിടെ കേരള PSCയിൽ എങ്ങനെയാണ് പോകുന്നത്? എക്സാം മാത്രമല്ല. അപ്പൊ നമ്മുടെ അക്കാഡമിക് ഗ്രേഡും ഇംപ്രൂവ് ചെയ്യാൻ നോക്കണം. നമ്മൾ എവിടെ പോകുമ്പോഴും ഇന്റർവ്യൂവിനൊക്കെ പുറത്ത് പോകുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എത്ര PGക്ക് എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അക്കാഡമിക് ഗ്രേഡ് ഇംപ്രൂവ് നല്ലതാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എല്ലാത്തിനും ഓരോ ടൈം ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഫോക്കസ് PG ആണ്. PG നന്നായി ചെയ്യുക, നല്ല മാർക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അതെ, നമുക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു പല ആർട്ടിക്കിൾസ് വരും. കൊമേഴ്സ് റിലേറ്റഡ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കൊമേഴ്സും മാനേജ്മെന്റും അവരെ നമ്മുടെ എന്ന് പറഞ്ഞുള്ള ഒരു സബ്ജക്റ്റ് ഇല്ല. നമുക്ക് കോമൺ ആയിട്ട് കുറെ ഉണ്ട്. അപ്പൊ നമ്മള് കുറെ വായിച്ചു നോക്കുക. അവരുടെ ജേണലുണ്ട്, നമ്മുടെ ജേണലുണ്ട്. അപ്പൊ ജേണൽസ് നല്ല നല്ല ലൈബ്രറിയിലൊക്കെ പോവുക, നല്ല ജേണൽസ് കിട്ടും. നമ്മുടെ ഓൺലൈനും ജേണൽസ് കിട്ടും. പ്ലസ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാം. മലയാളം ന്യൂസ് പേപ്പറിനെക്കാട്ടിയും കൂടുതലായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാം. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, അതായത് ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ റിപ്പോർട്ട്സ്, RBI റിപ്പോർട്ട്സ് അങ്ങനെയുള്ള, അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇക്കോണമിയിലെ സ്ട്രാറ്റജി മാറുന്നത്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ചേഞ്ചസ്, ഇതെല്ലാം നമ്മൾക്ക് ന്യൂസ് പേപ്പറിൽ കൂടെ കിട്ടും. പക്ഷെ മലയാളത്തിൽ നമ്മുടെ കരടി കാളാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര ഇതല്ല. പക്ഷെ നമ്മുടെ ബുള്ളിഷ് ബെയറിഷ് മാർക്കറ്റിലോട്ടൊക്കെ തിരിയുമ്പോൾ നമ്മുടെ ടെക്നിക്കൽ ടേംസിലോട്ട് വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആവുക. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റീഡിങ് നന്നാക്കുക. റീഡിങ് ആണ് നല്ലതായിട്ട് വേണ്ടത്. നല്ല എമിനന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ആർട്ടിക്കിൾസ് എല്ലാം വായിക്കാം. അതുപോലെ തന്നെ നമ്മളും ഒരു ആർട്ടിക്കിളൊക്കെ റെഡിയാക്കണം. റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ തീസിസ് മാത്രമല്ല, അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് എല്ലാ 6 മാസം കൂടെ നമുക്ക് നമ്മുടെ പേരിൽ ഓരോ ആർട്ടിക്കിൾ ഉണ്ടാവണം എന്നാണ് പറയാ. അതായത് നമ്മൾ അക്കാഡമിക് ഫീൽഡിൽ നമുക്കും ഒരു പേരുണ്ടാവണം. നമ്മൾ റിസർച്ച്, നമ്മൾ ഡോക്ടർ ഓഫ് ഫിലോസഫി, ഒരു ഫിലോസഫർ ആണെങ്കിൽ, ഒരു തത്വചിന്തകനാണെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? കുഞ്ഞു കുഞ്ഞു തത്വങ്ങളിലാണ് വലിയ തത്വങ്ങളിലോട്ട് എത്തുന്നത്. അപ്പൊ അത് നമ്മൾ ചെറിയ ചെറിയ ആർട്ടിക്കിളിലൂടെ നമ്മൾ ഓരോ കണ്ടെത്തലുകൾ നടത്താം. അതായത് പുതിയ ഫാക്ട്സ് ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കും. അത് ഫാക്ട്സ് മീൻസ്, അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഒരു തിയറി പറയുന്നു, ഈ തിയറിനെ പ്രൂവ് ചെയ്യുന്നതാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഈ തിയറി പ്രൂവ് ആണെന്ന് കണ്ടു. ഒരു കാര്യം ശ്രദ്ധിക്കണം, വേറെ ആള് ചെയ്ത കാര്യം അങ്ങനെ കോപ്പി അടിക്കാൻ പാടില്ല. ദാറ്റ്സ് കോൾഡ് പ്ലേജറിസം. അങ്ങോട്ട് പോകരുത്. മറിച്ച് നമ്മൾ അവരിൽ നിന്നും, അവർ കണ്ടെത്തിയിൽ നിന്നും എന്താണ് നമ്മൾ ഡിഫറെന്റ്, ആ ഒരു നമ്മൾ റിസർച്ച് ഓക്കെ അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കണം. ഇവരിത്രയും കണ്ടെത്തിയല്ലോ, ഇനി ഞാൻ എന്ത് കണ്ടെത്തും? ഇവിടെ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ പേരും ഈ ഫീൽഡിലോട്ട് വരണം. നമ്മൾ ഓരോരുത്തർ ഇപ്പൊ എക്സ് തിയറി എന്നൊക്കെ പറഞ്ഞത് ആ ഒരു വ്യക്തിയുടെ പേര് അവിടെ വന്നതുപോലെ തന്നെ നമ്മുടെ പേരും പറഞ്ഞെങ്കിൽ നമ്മളും എന്തെങ്കിലും പുതിയത് കണ്ടെത്തണ്ടേ? ആരെങ്കിലും കണ്ടെത്തി വെച്ചത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് പേര് വരുമോ? അതാണ് അക്കാഡമിക്കലി നമ്മൾ പ്രൊഫഷൻ്റ് ആവണമെങ്കിൽ നമ്മൾ കൂടുതൽ വായിക്കണം. നമ്മൾ ഈ നമ്മൾ കുറെ വായിക്കും, ഓട്ടോമാറ്റിക് നമുക്ക് വരും, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അതായത് ശരിയാണ്, അതായത് ഇതിങ്ങനെയാണല്ലേ, അപ്പൊ കുറച്ചുകൂടി ഇതിങ്ങനെ ചെയ്യാം. കുറച്ച് നമ്മുടെ ഇന്നർ ഫീൽ നമുക്ക് ഇന്നർ ആയിട്ട് തന്നെ അതിന് കിട്ടും. അതായത് ശരിയാണല്ലോ, ഇത് നല്ല ഐഡിയ ആണല്ലോ, അങ്ങനെ നമുക്ക് തന്നെ കിട്ടും. അതാണ് വായനയുടെ ഗുണം. ഇത്ര നാൾ നമ്മൾ പഠിച്ചു വന്ന ഒരു കൺവെൻഷണൽ രീതിയിലുള്ള പഠിത്തമല്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ച എക്സാം ആ ടൈപ്പ് അല്ല. കുറച്ചുകൂടി പരന്നു പോട്ടെ, ഡീറ്റെയിൽഡ് ആയിട്ട് പരന്ന് നോളജ് വേണം. അതെ അതെ. നമ്മുടെ ഇപ്പൊ ഈ കൊമേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ കൊമേഴ്സിന്റെ ഫീൽഡിൽ പല കാര്യങ്ങളുണ്ടല്ലോ, പല പല കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലെ വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ ഒരു സാധാരണക്കാരനോട് പറഞ്ഞ ETF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതെന്താ, ഒരന്തം വിട്ടിരിക്കും. പക്ഷെ നമ്മൾ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ ഇറ്റ്സ് നത്തിങ്, അതൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല, അതെല്ലാവരും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആ നോളജ് ഉണ്ടാക്കുന്നിടത്താണ് നമ്മുടെ സക്സസ് വരുന്നത്. അതെനിക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ട്, കൊമേഴ്സ് ഫീൽഡിൽ എങ്ങനെ കൂടുതൽ ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്ത തിയറീസ് ഒക്കെ ആണല്ലോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മിസ്സിന്റെ അടുത്ത് തന്നെ ചോദിക്കണമെന്ന് കരുതിയ, മിസ് ഏത് സബ്ജക്റ്റ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഈ അവസരം ഉള്ളത്? എന്റെ ടോപ്പിക് മാർക്കറ്റിംഗ് ആയിരുന്നു. മാർക്കറ്റിംഗില് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു ഫീൽഡാണ് എടുത്തത്.
പിന്നെ അത് ഞാനിപ്പോ അവാർഡ് ചെയ്യാത്തത് കൊണ്ട് എനിക്കത് കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. Okay. നമ്മൾ വൺസ് അത് അവാർഡ് ചെയ്ത് കഴിഞ്ഞാലാണ്, കാരണം ഇത് എത്ര പേര് വേണമെങ്കിലും കേൾക്കാലോ. അതെ. നമ്മൾ അതിന്റെ ഞാൻ എന്റെ റിസർച്ച് ഗ്യാപ്പ് പറഞ്ഞ് ഇപ്പൊ വേറെ ആളത് എടുത്ത് നമ്മൾ ശരിയെന്ന് പറയേ നമ്മൾ അക്കാഡമിക് ക്രെഡിറ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ഇതുവരെ 2 സ്ട്രീം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 3ാമത്തെ സ്ട്രീമാണ് ഞാൻ പോയെടുത്തിരിക്കുന്നത്. ആ 3ാമത്തെ സ്ട്രീം ഇപ്പൊ നമുക്ക് വെളിപ്പെടുത്താനായില്ല, അവാർഡ് ചെയ്യാത്തത് കൊണ്ട്. ഞാൻ ആ ഒരു ഡൗട്ട് ഉണ്ട്, കാരണം ഈ ഫീൽഡിലൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് കാര്യങ്ങൾ. പിന്നെ അതിൽ നിന്ന് വേണ്ട നമ്മള് കൂടുതൽ കണ്ടെത്ത ഒരു ഇതുണ്ടോന്നൊരു ഡൗട്ടായിരുന്നു. അതെ അതെ, ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇത് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ആണല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വല്ല 90s ഇതിന്റെ ബേസ് എടുക്കണം കാണും. അവിടെ നിന്ന്. പക്ഷെ നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് പല മാറ്റങ്ങളും വന്നു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ എത്രത്തോളം ചേഞ്ചസ് വന്നു അങ്ങനെ പിടിക്കണം. അങ്ങനെ എല്ലാത്തിലും ഒരു ലൂപ്പ്. നമ്മളിപ്പോ അതാണ് പറയുന്നത്, റിസർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമാണ് സ്കോപ്പ് ഓഫ് അത് റിസർച്ച്. ഇനിയുള്ള റിസർച്ചിന് എന്താണ് സ്കോപ്പ്, അതാണ് നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ തീസിസ് അവസാനിപ്പിക്കുന്നത്. ആ തീസിസിൽ ആ സ്കോപ്പിൽ നിന്ന് പിടിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആർട്ടിക്കിൾസ് ആദ്യം വായിക്കാം. ആർട്ടിക്കിൾസ് വായിച്ച് നമുക്ക് ഒരു പ്രപ്പോസൽ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് തീസിസ് വായിക്കാം. അതിൽ നമുക്ക് കുറെ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്. ശോക് ഗംഗ, അശ്വത് ഗംഗോത്രി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വെബ്സൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആർട്ടിക്കിൾസ് ഒക്കെ നോക്കാനായിട്ട് അതിനും ഒരു കുറെ പെയ്ഡ് ഫോം ആയിരിക്കും. പെയ്ഡ് അല്ലാത്തതും ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ പെയ്ഡ് അല്ലാത്തതൊക്കെ വായിച്ച് ഇതാവാം കേട്ടോ. അങ്ങനെയാണ് ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ഏത് സബ്ജക്ട് എടുത്താലും കുറെ പ്രയർ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അത് എല്ലാം കണ്ടെത്തി അവരാരും കണ്ടെത്താത്ത കാര്യങ്ങളാണ്. നത്തിങ് ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. എല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരല്ല. നമുക്ക് എല്ലാ റിസർച്ച് എല്ലാ ലിറ്ററേച്ചറും കൂടി നമുക്ക് വായിച്ചെടുക്കാൻ ഒരിക്കലും പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത്, അതായത് സപ്പോസ് നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ഏരിയ ആണെങ്കിൽ ആ ഏരിയയിൽ എന്തെങ്കിലും ഒരു മിനിമം നമ്മളൊരു 200 ആർട്ടിക്കിൾസിൽ നമ്മൾ വായിക്കും. ഈ പീരീഡിൽ നമ്മൾ വായിക്കും. ഈ 200 അല്ലെങ്കിൽ 500 ആർട്ടിക്കിൾസ് വായിക്കുന്ന വെച്ചാൽ ഈ 500 ആർട്ടിക്കിൾസ് നമുക്ക് വേണ്ട. അതായത് നമ്മൾ അതിൽ നിന്ന് ഏറ്റവും നല്ലത്, നമുക്ക് ഏറ്റവും ബെസ്റ്റ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നമ്മൾ അവസാനം ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് നമ്മൾ എടുക്കുന്നത് വല്ല 150 ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് വേണ്ടി വരും. അപ്പൊ അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ എങ്ങനെ? അത് ക്വാളിറ്റി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ UGC കെയർ ലിസ്റ്റ് അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കെയർ ലിസ്റ്റ് റിമൂവ് ചെയ്ത് ഓരോ സ്ഥാപനത്തിനും അവരുടേതായ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തിട്ട് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യാം. അതിൽ നല്ല നല്ല ആർട്ടിക്കിൾസ് തിരഞ്ഞെടുക്കാം. അങ്ങനെ വായിക്കും. RBI ഗവർണറും അല്ലെ ഫിനാൻസ് മിനിസ്റ്റർ അങ്ങനെയൊക്കെ അവരൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ബേസിക്കലി നമുക്ക് കറന്റ് അഫയേഴ്സ് ന്യൂസ് പേപ്പർ റീഡിങ് മസ്റ്റ് ആണ്. നമ്മള് നല്ലൊരു ധാരണ പൊതുവെ നമ്മളെ ഫീൽഡില് എന്താ പറയാ, പൊതുവെ നമ്മുടെ ലോകത്ത് എന്താ നടക്കണേന്നുള്ള കാര്യങ്ങൾ അറിയണം. അതറിഞ്ഞാലല്ലേ നമുക്ക് ഈ റിസർച്ച് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് ഇപ്പോ പല ടോപ്പിക്കും ഒബ്സൊലേറ്റ് പഴകിപ്പോയ ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മള് ഗവൺമെന്റിന്റെ ചില സ്കീമുകളൊക്കെ നിർത്തിപ്പോയ സ്കീമുകൾ ഉണ്ടാവും. അതുപോലെ കുറെ സ്കീം ആ നിർത്തിപ്പോയ സ്കീം പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? അപ്പം നമുക്ക് മൊത്തം വേൾഡ് വൈഡ് കൺസിഡർ ചെയ്ത് സബ്ജക്ട് എടുത്ത് ലോകത്തുള്ള ഏത് കാര്യത്തെ കുറിച്ചും ചെയ്യാവുന്നതാണ്. ലോകത്തുള്ള, പക്ഷെ നമ്മളെ കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. നമ്മളിപ്പോ ഫോറിൻ മാർക്കറ്റിൽ ഇപ്പൊ യൂറോപ്പിലെ ഒരു കാര്യം ഇവിടെ നിന്ന് പഠിച്ചിട്ട് എന്ത് കാര്യം? നമ്മൾ എക്കോണമിയായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ചെയ്യുക. അതാണ് നമ്മൾ സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി എന്നും പറഞ്ഞുകൊണ്ട് പഠിക്കുന്നത്. സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി നമ്മുടെ ഈ ടോപ്പിക്ക് ഏത് ജോഗ്രഫിക്കൽ റീജിയനിലാണ് ഒതുങ്ങിയിരിക്കുന്നത്, അതാണ് സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ കേരള റിലേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നിൽക്കുവാണെങ്കിൽ, അതോ ഇന്ത്യ? അല്ല, നമ്മളിപ്പോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. അതായത് പണ്ടൊക്കെ നമ്മളിപ്പോ റിസർച്ച് ചെയ്യുമ്പോൾ കേരള ഞാൻ പഠിക്കുകയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ മാത്രമേ പഠിക്കുള്ളൂ എന്നാണ്. അപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ആൾക്കാർ കേരളയും കർണാടകയും കമ്പാരിസൺ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയി. അതായത് നമ്മൾക്ക് ഇത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, അതിൽ നമ്മുടെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ടൈം എത്രയുണ്ട്, നമ്മുടെ ഫണ്ട് വേണ്ടേ, റിസർച്ച് ചെയ്യണമെങ്കിൽ എക്സ്പെൻസീവ് അല്ലേ, അതിനുള്ള ഫണ്ട് വേണം. പിന്നെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ കർണാടകയിൽ നിന്ന് കുറച്ച് ഡേറ്റ വേണമെന്നുണ്ട്, അവിടെ ആരാറിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു അവിടെ കുറച്ച് എന്തെങ്കിലും ആരെങ്കിലും ആയിട്ട് ഒരു കണക്ഷൻ വേണ്ടേ, എന്നാൽ അങ്ങനെ കുറച്ച് റിസോഴ്സ് നമ്മുടെ ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആണ് നമ്മൾ തീരുമാനിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്യാൻ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്താൽ എളുപ്പമാണ്. റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഹെർക്കുലിയൻ ടാസ്ക്. നമ്മൾ എന്ത് കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പമാണ്. ഇപ്പൊ നമുക്ക് റിസർച്ച് PhD ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു വില ഉണ്ടാവില്ല എന്നാണ് ആക്ച്വലി പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് എന്നുള്ളത് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആയി.
അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ് PhD ആണ്. PhD കഴിഞ്ഞാലും അപ്പോഴും നമ്മുടെ പഠിത്തം തീരുന്നില്ല. പിന്നെ കിടക്കുന്നുണ്ട് PDF, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കിടക്കുന്നുണ്ട്. അത് പഠിക്കണം എന്നുള്ള കാര്യം പഠിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ, ഓരോരുത്തരും താല്പര്യം പോലെയാണ് ഇതൊക്കെ. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുന്നതൊക്കെ ഗൈഡിനൊക്കെ കിട്ടുന്നതൊക്കെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പൊ കിട്ടുന്ന മുറയ്ക്ക് കിട്ടട്ടെ, നമ്മുടെ കാര്യങ്ങൾ ബാക്കി ചെയ്യാനുള്ളത് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അത് എവിടെ വിളിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, JRF വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞിക്കാട്ടി നമുക്ക് ജോയിൻ ചെയ്യാം, എൻറോൾ ചെയ്യാം. ഈ JRF ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ എന്താ പറയാ, സ്പെഷ്യൽ കൺസിഡറേഷൻ, അതായത് അറ്റ് എനി ടൈം രജിസ്ട്രേഷൻ ആണെന്നാണ് പറയാ. പക്ഷെ അത് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിന് പറയല്ല, ചിലപ്പോൾ അവരുടെ സൗകര്യം പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കളയും. അപ്പൊ നമ്മള് ലാസ്റ്റ് ടൈം ആവാൻ വേണ്ടി ഒരിക്കലും നിൽക്കരുത്. അതെ അതെ. പിന്നെ സ്പെഷ്യൽ ചാൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ നമ്മൾ കുറെ പിന്നാലെ അടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അറ്റത്തോട്ടാവാൻ നിൽക്കരുത്. അറ്റ് ദ ഏർലിയസ്റ്റ് ജോയിൻ ചെയ്യാം. ഇപ്പൊ PhD എൻട്രൻസ് ഓൺലി, PhD ഓൺലി എന്നുള്ള ഓപ്ഷൻ കൂടി വന്നല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും, അവര് നേരെ PhDക്ക് എൻറോൾ ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ JRF ഉള്ളതുകൊണ്ട് നമുക്ക് പ്രിഫറൻസ് കിട്ടും. അതായത് നമ്മളിപ്പോ ഗൈഡുമാർക്ക് JRF ഉള്ള സ്കോളേഴ്സ് ഇത്ര ഉണ്ടെങ്കിൽ അവർക്കും അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്ക് അവർക്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ JRF ഉള്ളവര്, അതുപോലെ ഇത്ര ഈ റിലീജിയൻ, ഈ കാസ്റ്റിലുള്ളവര്, അങ്ങനെയൊക്കെ കുറെ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. ഇത്ര പേര് വേണം. ഇപ്പോൾ SC ST ആണെങ്കിൽ 1 വർഷം വരെ അവരുടെ വേക്കൻസി ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് അത് ഓപ്പൺ ആക്കാൻ പാടുള്ളൂ, ഓപ്പൺ ജനറൽ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. ഉണ്ട് അതുണ്ട്. അപ്പോൾ എപ്പോഴും ടീച്ചേഴ്സ് ഗൈഡുമാർക്ക് JRF ഉള്ളവരാണ് അവരും പ്രിഫർ ചെയ്യുക. കാരണം വെച്ചാൽ അവർ ഫുൾ ടൈം അവിടെ ഉണ്ടാകും, അവൈലബിൾ. അവര് പാർട്ട് ടൈം ആയിട്ട് പോവില്ലല്ലോ, പാർട്ട് ടൈം കൺവേർഷൻ ഉണ്ടാവില്ല, അവരവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ അവർക്കും അതൊരു കൺവിൻസ് ആണ്, വേഗം ചെയ്തോളും, നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട്. നമുക്ക് വേറൊരു പ്രശ്നങ്ങളോ വേറെ ടെൻഷനോ ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഇത് മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പൊ കൂടുതലും PhDയിൽ തന്നെ ഫോക്കസ് ചെയ്യും. അപ്പൊ നല്ല രീതിയിൽ ക്വാളിറ്റിയാണ് ഇവരുടെ JRF ഹോൾഡേഴ്സിന്റെ PhD വാല്യൂ ചെയ്യുന്നത്. കുറച്ചുകൂടി ക്വാളിറ്റി ചെക്ക് ചെയ്യും. അതായത് ഇവര് ഫുൾ ടൈം ചെയ്തല്ല, അപ്പൊ ഇവരുടെ വർക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള വർക്കാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. പക്ഷെ പാർട്ട് ടൈം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത്രയും ക്വാളിറ്റി അവരെങ്ങനെയും ചെയ്ത് പൊക്കോട്ടെ. ഞാൻ ആരെ കുറ്റം പറയില്ല, പാർട്ട് ടൈം ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. എന്നാലും JRF എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കണ്ടന്റ് ആണ് ആൾക്കാർ പ്രതീക്ഷിക്കുക. അങ്ങനെയാണ് വരുന്നത്. നമ്മളിതാ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഒടുവിൽ സബ്മിറ്റ് ചെയ്യുവാണ്, അങ്ങനെ അവർ അപ്രൂവ് തരണം. ഇതിപ്പോ നമ്മൾ PhDയുടെ പ്രോസസ് എന്ന് വെച്ചാൽ വൺസ് നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മുടെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യും. അതായത് എത്രമാത്രം ചെയ്തിട്ടുണ്ട്, റിസർച്ച് വർക്ക് എത്രയായി എന്നുള്ള പ്രോഗ്രസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ വരും. ആ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് കിടക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത്രയാണ് PhDയുടെ ബേസിക് ആയിട്ടുള്ളൊരു ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിനെ സെലക്ട് ചെയ്യലൊക്കെ അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് പോയി വരാൻ പറ്റുന്നത് അതുപോലെയൊക്കെ തന്നെയായിരിക്കും. ക്വാളിറ്റിയിലൊന്നും ഒരുപാട് വ്യത്യാസമില്ല. ഇല്ല. അങ്ങനെ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി നല്ലത് ചീത്തന്നൊന്നുമല്ല, നമുക്ക് അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെയ്യാം. റിസർച്ച് സെന്റർ എവിടെയാണ് ഏറ്റവും എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ JRFന്റെ സെന്ററൊക്കെ നോക്കുന്നത്. അതിനുള്ള ജേർണൽസ്, ബുക്സ് അതെല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ തന്നെ സെർച്ച് ചെയ്തെടുക്കണം. നമ്മൾ വൺസ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കയറി എന്ന് വിചാരിച്ചോ, യൂണിവേഴ്സിറ്റി കീഴിൽ കയറണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ലൈബ്രറി മെമ്പർഷിപ്പ് കിട്ടും. മെമ്പർഷിപ്പ് കിട്ടും. നമ്മൾ എല്ലാ 6 മാസം കൂടുമ്പോൾ നമ്മൾ സെമസ്റ്റർ ഫീ അടയ്ക്കണം. സെമസ്റ്റർ ഫീ അടയ്ക്കുമ്പോൾ തന്നെ ലൈബ്രറി ഫീ അടയ്ക്കുന്നുണ്ട്. ഈ ലൈബ്രറി ഫീ അടയ്ക്കുമ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ സോഫ്റ്റ്വെയറിന്റെ ആക്സസ് കിട്ടും. അതുപോലെ എന്താ പറയാ, നമുക്ക് കുറെ സോഫ്റ്റ്വെയർ ഒക്കെ റിസർച്ച് ചെയ്യാൻ എളുപ്പത്തിനൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടി വേറെ ഏരിയ ആണ്. ഇപ്പൊ നമ്മള് ലൈബ്രറി ആക്സസ് കിട്ടും. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ എന്താ ഈ AI യുഗത്തില്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തില് നമ്മൾ ഒന്നിനും അത്രയധികം കഷ്ടപ്പെടണ്ട. ഡേറ്റ എന്താ പറയാ അബണ്ടന്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മാത്രം തിരഞ്ഞെടുക്കലാണ് ഇപ്പൊ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അതില് അബണ്ടന്റ് ആയിട്ടുള്ള ഡേറ്റയിൽ നമുക്ക് നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. അതിൽ നല്ലത് തിരഞ്ഞെടുക്കലാണ് ഇവിടെ നമ്മുടെ കഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചു നിർത്തിയത് JRF കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത്, എങ്ങനെ PhD എൻ്റർ ചെയ്യാം, PhDയിലോട്ട് എൻ്റർ ചെയ്യാം, അതാണ് നമ്മൾ സംസാരിച്ചത്. ഇതുമായി ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.